ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സ്കൂൾ ലെസൺസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് 6ാം ക്ലാസ്സിൻ്റെ മാത്സ് വിഷയത്തിൽ വരുന്ന ആദ്യത്തെ ചാപ്റ്ററാണ്. ആംഗിൾസ് എന്നാണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് വരുന്നത്. ആംഗിൾസ്, കോണുകളെ കുറിച്ചിട്ടാണ് ഈ ഒരു പാഠഭാഗത്ത് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വെൻ ലൈൻസ് ജോയിൻ, വരകൾ കൂടിച്ചേർന്നാൽ. റിമെമ്പർ ഹൗ വി ഡ്രൂ വേരിയസ് ഷേപ്സ് ജോയിനിങ് ലൈൻസ് സ്ട്രെയിറ്റ് അപ്പ് ആൻഡ് സ്ലാൻറ്റഡ്. എന്താണ് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടുള്ളതും സ്ലാൻഡ് എന്ന് പറഞ്ഞാൽ ചെരിഞ്ഞിട്ടുള്ളത്, അതായത് സ്ട്രെയിറ്റ് ആയിട്ടുള്ള വരകളും സ്ലാൻഡ് ആയിട്ടുള്ള ചെരിഞ്ഞിട്ടുള്ള വരകളും കൂട്ടിച്ചേർത്ത് നമ്മൾ വ്യത്യസ്ത രീതിയിലുള്ള രൂപങ്ങൾ ഷേപ്സ് വരച്ചത് ഓർക്കുന്നില്ലേ? ഇത് നിങ്ങളുടെ 5ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ ലൈൻസ് ആൻഡ് സർക്കിൾസ് എന്ന പാഠഭാഗത്ത് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, താഴെ നോക്കിക്കേ, നിങ്ങൾക്ക് സ്ട്രെയിറ്റ് ആയിട്ടും സ്ലാൻഡ് ആയിട്ടുള്ള വരകൾ ജോയിൻ ചെയ്തിട്ട് കൂട്ടിച്ചേർത്തിട്ട് വ്യത്യസ്ത ഷേപ്സ് താഴെ കൊടുത്തിട്ടുണ്ട്. നോക്കിക്കേ, ഈച്ച് ഓഫ് ദിസ് ഫിഗേഴ്സ് ഹാസ് 4 കോർണേഴ്സ്. ഇതിൽ ഓരോ ചിത്രങ്ങൾക്കും 4 കോർണേഴ്സ് ഉണ്ട്, 4 മൂലകളുണ്ട്. ആൻഡ് അറ്റ് ഈച്ച് കോർണർ 2 ലൈൻസ് മീറ്റ്. എങ്ങനെയാണ് ഈ ഓരോ മൂലകളും ഉണ്ടാകുന്നത്? 2 വരകൾ കൂട്ടിമുട്ടുമ്പോഴാണ് ഈ ഒരു കോർണർ ഉണ്ടാകുന്നത്. നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇവിടെ ചിത്രത്തിൽ കാണിക്കാം. ആദ്യം ഇവിടെ ഒരു ലൈൻ വരച്ചു, രണ്ടാമതായിട്ട് വീണ്ടും ഒരു ലൈൻ വരച്ചു കൊടുത്തു. ഇതിൻ്റെ തൊട്ടു മുകളിലായിട്ടാണ് നമ്മൾ രണ്ടാമത്തെ ലൈൻ വരച്ച് കൊടുത്തിട്ടുള്ളത്. ആദ്യത്തെ ലൈനും രണ്ടാമത്തെ ലൈനും തൊട്ടു ഇല്ലേ, എന്താണ് കൂട്ടിമുട്ടിയിട്ടുണ്ട്, ജോയിൻ ആക്കിയിട്ടുണ്ട്. ഇങ്ങനെ ജോയിൻ ചെയ്യുമ്പോൾ ഇവിടെ ഒരു പോയിന്റ് ഉണ്ടാകുന്നുണ്ട്. 2 വരകൾ കൂടി ചേർന്ന ഈ ഒരു പോയിന്റ്, ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? കോർണർ, മൂല എന്ന് പറയുന്നത്. ഓക്കെ, 2 വരകൾ ജോയിൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്നതാണ് കോർണർ. മനസ്സിലായല്ലോ? ഇനി ടെക്സ്റ്റ് ബുക്കിലേക്ക് വരാം. ലെറ്റ്സ് ലുക്ക് അറ്റ് ദിസ് ഡിഫറെൻറ്റ് പെയേഴ്സ് ഓഫ് ദി ലൈൻസ് ഇൻ ദി ഫസ്റ്റ് ഫിഗർ. ഇവിടെ നിങ്ങൾക്ക് ആദ്യത്തെ ഫിഗറില്ലേ, തൊട്ട് മുകളിൽ തന്നിട്ടുള്ള ഫസ്റ്റത്തെ ഫിഗർ, ഇതെന്താണ്? ഒരു സ്ക്വയർ ആണല്ലേ. ഈ സ്ക്വയറിൻ്റെ വ്യത്യസ്ത പെയേഴ്സ് ആണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ആദ്യം ലെഫ്റ്റ് സൈഡും ബോട്ടം സൈഡും താഴെ ഭാഗം തന്നു, പിന്നെയോ ലെഫ്റ്റ് സൈഡും മുകളിലത്തെ ഭാഗവും തന്നു, പിന്നെ മുകളിലത്തെ ഭാഗവും റൈറ്റ് സൈഡും, പിന്നെ റൈറ്റ് സൈഡും താഴത്തെ ഭാഗവും. ഇങ്ങനെ ഇതിലെ ഓരോ ഭാഗങ്ങളാണ് ഇവിടെ നിങ്ങൾക്ക് വേറിട്ട് ഇവിടെ താഴെ കാണിച്ചിട്ടുള്ളത്. നിങ്ങൾക്കിവിടെ ഫസ്റ്റ് ഫിഗർ നൽകിയതുപോലെ തന്നെ രണ്ടാമത്തെ ഫിഗറും ഓരോ പേഴ്സ് ആക്കിയിട്ട് താഴെ നൽകിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ പഠിക്കുന്നത് ആംഗിൾസ് എന്നാൽ എന്താണെന്നാണ്. നമ്മൾ പഠിച്ചല്ലോ, 2 വരകൾ കൂട്ടിച്ചേരുമ്പോഴാണ് ഒരു കോർണർ ഉണ്ടാകുന്നത്, ഒരു പോയിന്റ് ഉണ്ടാകുന്നുണ്ട്. അവിടെയാണ് നമ്മൾ ആംഗിൾ എന്ന് പറയുന്നത്. എ ഫിഗർ ഫോംഡ് ബൈ 2 ലൈൻസ് മീറ്റിംഗ് അറ്റ് എ പോയിന്റ് ഈസ് കാൾഡ് ആൻ ആംഗിൾ. 2 വരകൾ തമ്മിൽ ഒരു പോയിന്റിൽ കൂട്ടിമുട്ടുമ്പോൾ ഉണ്ടാകുന്നതാണ് ആംഗിൾ എന്ന് പറയുന്നത്. സിമ്പിൾ ആണ് അല്ലേ? ആംഗിൾ എന്താണെന്ന് മനസ്സിലായല്ലോ. അങ്ങനെയെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് നൽകിയിട്ടുള്ള ഈ ഒരു സ്ക്വയറിന് എത്ര ആംഗിൾസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? എത്ര ആംഗിൾസ് ഉണ്ട്? 1, 2, 3, 4 ആംഗിൾസ് ആണല്ലേ ഉള്ളത്. Thus, each of 3 figures seen first has 4 angles. നിങ്ങൾക്ക് ഏറ്റവും ആദ്യത്തിൽ നൽകിയിട്ടുള്ള 3 ഫിഗേഴ്സിനും 3 രൂപങ്ങൾക്കും എത്ര ആംഗിൾസ് ഉണ്ട്? 4 ആംഗിൾസ് ഉണ്ട്. ഇനി നിങ്ങൾക്ക് അവിടെ ചിത്രം നൽകിയിട്ടുണ്ടല്ലോ, അത് നിങ്ങൾക്ക് നൽകിയിട്ടുള്ള ഓരോ ഫിഗറിൻ്റെയും താഴത്തെ ആംഗിൾ മാത്രമാണ്, ലെഫ്റ്റ് സൈഡിലെ ആംഗിൾ മാത്രമാണ് താഴെ നൽകിയിട്ടുള്ളത്. ഈ ആംഗിൾസ് ഒക്കെ ഒരേപോലെയാണുള്ളത്? അല്ലല്ലേ, വ്യത്യസ്ത രീതിയിലാണല്ലേ ഉള്ളത്. ഓരോ ചിത്രത്തിൻ്റെയും ആംഗിൾസ് വ്യത്യസ്തമാണ്. The lines in the middle figure are a bit more spread out than the lines in the right figure, isn't it? ഇവിടെ ചിത്രം നോക്കുക. നടുവിലത്തെ ചിത്രത്തെ വരകൾ വലതുവശത്തെ ചിത്രത്തിലെ വരകളെക്കാൾ കുറച്ചുകൂടി വിടർന്നിട്ട് കുറച്ചുകൂടി സ്പ്രെഡ് ആയിട്ടല്ലേ നിൽക്കുന്നത്? ഇൻ ദി ലെഫ്റ്റ് ഫിഗർ, ഇനി ഇടതുഭാഗത്തെ ചിത്രം നോക്കുക. ദ ലൈൻസ് ആർ സ്പ്രെഡ് ഔട്ട് ഈവൻ മോർ. അത് എന്താണ്? കുറച്ചുകൂടി നന്നായിട്ട് വിടർന്നിട്ടാണ്, നന്നായിട്ട് സ്പ്രെഡ് ഔട്ട് ആയിട്ടാണ് ഇരിക്കുന്നത്. ആൻഡ് ദി ടോപ്പ് ലൈൻ ഈസ് സ്ട്രെയിറ്റ് അപ്പ്. മുകളിലത്തെ വര കുത്തിനെ സ്ട്രെയിറ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. So we can say that the angle on the right is the smallest.
അപ്പോൾ നമുക്ക് എന്ത് പറയാൻ കഴിയും? റൈറ്റുള്ള ഏറ്റവും വലതുവശത്തുള്ള ആംഗിൾ ആണ് ഏറ്റവും ചെറുത്. ദ മിഡിൽ വൺ ലാർജർ. പിന്നെ നടുവിലത്തതാണ് കുറച്ചുകൂടി വലുത്. ആൻഡ് ദി ലെഫ്റ്റ് വൺ ദി ലാർജസ്റ്റ്. ഏറ്റവും ഇടതുവശത്തുള്ള, അതായത് ചിത്രത്തിലെ ഏറ്റവും ആദ്യത്തെ ആംഗിളിലെ, അതാണ് ഏറ്റവും വലുത്. നമുക്ക് ചിത്രം കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് ഏറ്റവും വലിയ ആംഗിൾ ഉള്ളത് 1 എന്ന് അടയാളപ്പെടുത്തിയ ചിത്രമാണ്. പിന്നെ വലുത് 2 എന്ന് അടയാളപ്പെടുത്തിയ ചിത്രമാണ്. ഏറ്റവും ചെറിയ ആംഗിൾ വരുന്നത് 3ാമത്തെ ഫിഗർ ആണ്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ ചിത്രം നോക്കി ഏതാണ് ഏറ്റവും വലിയ ആംഗിൾ എന്ന് പറഞ്ഞു. ഇനി താഴെ നിങ്ങൾക്ക് മറ്റൊരു 2 ചിത്രങ്ങൾ നൽകിയിട്ടുണ്ട്. സീ ദീസ് പിക്ചേഴ്സ്. ഈ ചിത്രങ്ങൾ നോക്കൂ. വിച്ച് ഈസ് ദി ലാർജർ ആംഗിൾ? ഇവിടെ ഏതാണ് ഏറ്റവും വലിയ ആംഗിൾ? ദി ലൈൻസ് ഓഫ് ദി ആംഗിൾ ഓൺ ദി റൈറ്റ് ആർ മോർ സ്പ്രെഡ് ഔട്ട്. ഇവിടെ വലതുവശത്തെ ചിത്രത്തിലെ വരകളാണ് കുറച്ചുകൂടി സ്പ്രെഡ് ഔട്ട് ആയിട്ട് വിടർന്നിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് നമുക്ക് പറയാം ഈ ഒരു ആംഗിൾ ആണ്, റൈറ്റ് സൈഡിലുള്ള ആംഗിൾ ആണ് ഏറ്റവും വലുത്. ദി ലാർജർ ആംഗിൾ റൈറ്റ് സൈഡിലുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾക്കൊരു ട്രിക്ക് കിട്ടിയിട്ടില്ലേ? ഏറ്റവും വലിയ ആംഗിൾ ഏതായിരിക്കും? വരകൾ നന്നായിട്ട് വിടർന്ന് നന്നായിട്ട് സ്പ്രെഡ് ഔട്ട് ആയിട്ട് ഇരിക്കുന്ന വരകളായിരിക്കും ഏറ്റവും വലിയ ആംഗിൾ വരുന്നത്. ഇനി വാട്ട് അബൌട്ട് ദീസ് പിക്ചേഴ്സ്? അങ്ങനെയാണെങ്കിൽ താഴെയുള്ള ഈ ഒരു ചിത്രങ്ങൾ നോക്കിക്കേ. പക്ഷെ നമുക്ക് ഈ ഒരു ചിത്രത്തിന്റെ കേസിൽ ഏത് ലൈൻസ് ആണ് നന്നായിട്ട് സ്പ്രെഡ് ഔട്ട് ആയിട്ട് ഇരിക്കുന്നത് എന്ന് പറയാൻ കഴിയുന്നില്ല. കുറച്ച് ഡിഫിക്കൽട്ട് ആണല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ടു കമ്പയർ ദീസ് വി മസ്റ്റ് ബി ഏബിൾ ടു മെഷർ ആംഗിൾസ് എക്സാക്ട്ലി. ഇവിടെ ഏതാണ് വലുതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ലതുപോലെ മെഷർ ചെയ്യണം. ആംഗിൾസ് കൃത്യമായിട്ട് മെഷർ ചെയ്തിട്ടേ നമുക്ക് ഏതാണ് വലുതെന്നും ഏതാണ് ചെറുതെന്നും പറയാൻ കഴിയുള്ളൂ. വെറുതെ ജസ്റ്റ് ഒന്ന് നമ്മൾ തൊട്ട് മുൻപേ ചെയ്തതുപോലെ ചിത്രം നോക്കി പറയാൻ കഴിയില്ല. ആംഗിൾസ് എങ്ങനെയാണ് മെഷർ ചെയ്യുക എന്ന് നിങ്ങൾക്കറിയാമോ? അതിനൊരു ഇൻസ്ട്രുമെൻ്റ് ഉണ്ട്. നിങ്ങളുടെ ജോമെട്രി ബോക്സ് എടുക്കുക, അതിൽ നോക്കുക, നിങ്ങൾക്ക് ആംഗിൾസ് മെഷർ ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് കാണാം. ഈ ഒരു ഇൻസ്ട്രുമെൻറ്റിൻ്റെ പേരാണ് പ്രൊട്രാക്ടർ. എല്ലാവരും കണ്ടില്ലേ? നിങ്ങളുടെ ബോക്സിൽ പ്രൊട്രാക്ടർ ഇല്ലേ എന്ന് നോക്കിക്കേ. സോ സീ ദി സെവറൽ ലൈൻസ് ഓൺ ഇറ്റ്. ഈ ഒരു പ്രൊട്രാക്ടറിൽ നിങ്ങൾക്ക് ഒരുപാട് വരകൾ കാണാം. At the end of each line there are 2 numbers, one below the other. പ്രൊട്രാക്ടറിൽ ഒരുപാട് വരകൾ ഉണ്ടെന്ന് പറഞ്ഞു. ഈ ഓരോ വരകളിലെയും തൊട്ട് മുകളിലും അതിൻ്റെ താഴെയുമായിട്ട് നിങ്ങൾക്ക് 2 നമ്പേഴ്സ് കാണാം അല്ലേ? ലുക്ക് അറ്റ് ദി ബോട്ടം നമ്പേഴ്സ്. ആദ്യം നിങ്ങൾ താഴെയുള്ള ഈ ഒരു നമ്പേഴ്സ് ശ്രദ്ധിച്ച്. ഇവിടെ നിങ്ങൾക്ക് റൈറ്റ് സൈഡിലായിട്ട് 0 എന്ന് മെഷർ ആക്കിയിട്ടുള്ള ഒരു ലൈൻ കാണാം. അത് കഴിഞ്ഞിട്ടുള്ള മറ്റു വരകളും ഈ ഓരോ വരകൾക്കും ഓരോ സംഖ്യകൾ, ഓരോ നമ്പേഴ്സും കൊടുത്തിട്ടുണ്ട്. ഇവിടെ എന്താണ് സൂചിപ്പിക്കുന്നത്? 0 കഴിഞ്ഞിട്ട് പോകുന്ന ഓരോ ലൈൻസ് ഇങ്ങനെ നീങ്ങി പോകും തോറും അവിടെ ഉണ്ടാവുന്ന ആംഗിൾസ് വലുതാകുന്നുണ്ട്. ഇവിടെ വരകൾക്ക് നേരെ മാർക്ക് ചെയ്തിട്ടുള്ള ഓരോ നമ്പേഴ്സും എന്താണ്? ആ വരകളിലെ ആംഗിൾസ് ആണ് സൂചിപ്പിക്കുന്നത്. ഇവിടെ 0 കഴിഞ്ഞിട്ടുള്ള ലൈനിൻ്റെ നേരെ എഴുതിയിട്ടുള്ളത് 10 എന്നാണല്ലോ. സോ ഇവിടെ 10 എന്ന് എഴുതിയിട്ടുള്ള ഈ ഒരു വരയും താഴെയുള്ള വരയും തമ്മിലുള്ള ആംഗിൾസ് എത്രയാണ്? 10 ഡിഗ്രി ആണ്. ഓക്കെ, 10 ഡിഗ്രി എന്നാണ് നമ്മൾ എഴുതുക. എങ്കിൽ 40 എന്ന് അടയാളപ്പെടുത്തിയിട്ടുള്ള ഈ ഒരു ലൈനും നമ്മുടെ താഴെയുള്ള 0 ലൈനും കൂട്ടിമുട്ടുമ്പോൾ അവിടെ ഒരു ആംഗിൾ ഉണ്ടാകുന്നില്ലേ? ഈ 2 ലൈൻസ് കൂട്ടിമുട്ടുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു പോയിന്റ് ആണല്ലോ ആംഗിൾ. അവിടെ ഉണ്ടാകുന്ന ആംഗിൾ എത്രയാണ്? 40 ഡിഗ്രി എന്ന് പറയും. എങ്കിൽ ഈ ഒരു ഫിഗറിൻ്റെ ആംഗിൾ എത്രയാണെന്ന് ചോദിച്ചാലോ? ഇവിടെ മുകളിലത്തെ ലൈനിൻ്റെ നേരെ ഏത് നമ്പറാണ് അടയാളപ്പെടുത്തിയിട്ടുള്ളത്? 90 എന്നാണ് അല്ലേ? സോ ഇവിടെ നമുക്ക് 90 ഡിഗ്രി ആണ്. ഇവിടുത്തെ ആംഗിൾ 90 ഡിഗ്രി ആണെന്ന് പറയാം. നമ്മളിവിടെ പറഞ്ഞിട്ടുള്ള ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി അടുത്തത് പറയാണ് 40 ഡിഗ്രി ആംഗിൾ എന്ന് പറയുന്നത് 4 10 ഡിഗ്രി ആംഗിൾസ് കൂടി ചേർന്നിട്ടുള്ളതാണ്. ഇവിടെ ചിത്രം നോക്കിയാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാവാം. ഇവിടെ 40 ഡിഗ്രി ആംഗിൾ ഇല്ലേ? ഇതെന്ന് പറയുന്നത് 4 പ്രാവശ്യം 10 ഡിഗ്രി ആംഗിൾസ് കൂട്ടിച്ചേർന്നിട്ടുള്ളതാണ്. നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടുള്ള ആംഗിൾസ് ഒക്കെ എങ്ങനെയാണ്? വലത് വശത്തേക്ക് വരുന്നതായിരുന്നു. നമുക്കിവിടെ ചിത്രത്തിൽ നൽകിയിട്ടുണ്ട് ഇടത് വശത്തേക്ക് വരുന്നത്. ഇങ്ങനെയും നമുക്ക് ആംഗിൾസ് വരയ്ക്കാം എന്നാണ് പറയുന്നത്.
ഇങ്ങനെ ലെഫ്റ്റ് സൈഡിലേക്കുള്ള ആംഗിൾസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രൊട്രാക്ടറിൽ ഏറ്റവും മുകളിലായിട്ട് നമ്പേഴ്സ് കൊടുത്തിട്ടുള്ളത്. പ്രൊട്രാക്ടർ എടുത്ത് നോക്കുക, നിങ്ങൾക്ക് 2 സെറ്റ് ഓഫ് നമ്പേഴ്സ് കാണാം. ഒന്ന് താഴെ ഭാഗത്തും ഒന്ന് അതിൻ്റെ തൊട്ട് മുകളിലുമായിട്ട്. ഇതിൽ സീറോസ്, താഴെ ഭാഗത്തുള്ള നമ്പേഴ്സിൻ്റെ 0 വരുന്നത് റൈറ്റ് സൈഡിലാണ്. ഇത് റൈറ്റ് സൈഡിലുള്ള ആംഗിൾസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു നമ്പേഴ്സ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ തൊട്ട് മുകളിലായിട്ട് വരുന്ന നമ്പേഴ്സിൻ്റെ 0 വരുന്നത് ഇടതു ഭാഗത്തായിട്ടാണ്, ലെഫ്റ്റ് സൈഡിലാണ്. ഇത് ലെഫ്റ്റ് സൈഡിൽ വരുന്ന ആംഗിൾസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അടുത്തത് എങ്ങനെയാണ് ഒരു പ്രൊട്രാക്ടർ ഉപയോഗിച്ചിട്ട് ആംഗിൾസ് മെഷർ ചെയ്യുക എന്ന് നോക്കാം. താഴെ നിങ്ങൾക്ക് 2 ചിത്രങ്ങൾ, 2 ഫിഗേഴ്സ് നൽകിയിട്ടുണ്ട്. ഒന്ന് ഇടത് വശത്തേക്കുള്ള ആംഗിളുമാണ്, മറ്റൊന്ന് വലത് വശത്തേക്കുള്ള ആംഗിളുമാണ്. ആദ്യം നമുക്ക് ഈ വലത് വശത്തേക്കുള്ള ആംഗിൾ മെഷർ ചെയ്യുന്നത് നോക്കാം. നിങ്ങൾ ഏറ്റവും താഴെയുള്ള ആംഗിൾസിൻ്റെ ഇവിടെ ഏറ്റവും താഴെയുള്ള വരയില്ലേ, അത് 0 എന്ന വരയുടെ നേരെ കറക്റ്റായിട്ട് 0 എന്ന വരയ്ക്ക് നേരെ നിങ്ങൾ പിടിക്കുക. അങ്ങനെ താഴത്തെ വര 0 ലൈനിൻ്റെ നേരെ കൃത്യമായിട്ട് വെക്കുമ്പോൾ പ്രൊട്രാക്ടറിൻ്റെ ഏത് വരയിലൂടെയാണ് മുകളിലത്തെ വര പാസ് ചെയ്യുന്നത്, കടന്നു പോകുന്നത് എന്ന് നോക്കുക. ഇവിടെ നോക്കിക്കേ, പ്രൊട്രാക്ടറിൻ്റെ 50 എന്ന വരയ്ക്ക് നേരെയാണ് പോകുന്നത് അല്ലേ. 50 എന്ന വരയ്ക്ക് നേരെയാണ് നമ്മുടെ ചിത്രത്തിലെ വര കടന്നു പോകുന്നത്. സോ നമുക്ക് പറയാം ഇവിടെ ഈ ഒരു ചിത്രത്തിൻ്റെ ആംഗിൾ എന്ന് പറയുന്നത് 50 ഡിഗ്രി ആണ്. ഇനി നമുക്ക് അടുത്ത ചിത്രം മെഷർ ചെയ്യാം. ഇവിടെ നിങ്ങൾ ഇടത് വശത്തേക്കാണ് നിങ്ങളുടെ ആംഗിൾ ഉള്ളത്. അതുകൊണ്ട് ഇടത് വശത്തുള്ള 0ക്ക് നേരെയാണ് നിങ്ങൾ വെക്കേണ്ടത്. ഇടത് ഭാഗത്തും ലെഫ്റ്റ് സൈഡിലും 0 എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ പ്രൊട്രാക്ടറിൽ. സോ അതിൻ്റെ നേരെ താഴത്തെ വര കൃത്യമായിട്ട് വെക്കണം. എന്നിട്ട് മുകളിലത്തെ വര ഏതിലൂടെയാണ് പാസ് ചെയ്യുന്നത്? ഇവിടെ 60ലൂടെയാണ് പാസ് ചെയ്യുന്നത്. പുറത്തുള്ളതാണ്. ലെഫ്റ്റ് സൈഡിലുള്ളത് നോക്കുമ്പോൾ നിങ്ങൾ ഏറ്റവും മുകളിലുള്ള നമ്പേഴ്സാണ് നോക്കേണ്ടത്. അത് തെറ്റിപ്പോവരുത്. സോ ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ളത് 60 എന്നാണ്. സോ ഈ ഒരു ഫിഗറിൻ്റെ ആംഗിൾ 60 ഡിഗ്രി എന്ന് പറയാം. ഓക്കെ, നമുക്ക് ആദ്യത്തെ ഫിഗറിൻ്റെത് 50 ഡിഗ്രിയാണ്, രണ്ടാമത്തെ ഫിഗറിൻ്റെത് കിട്ടിയിട്ടുള്ളത് 60 ഡിഗ്രിയാണ്. ഇനി നെക്സ്റ്റ് പേജിലെ ചിത്രം നോക്കിക്കേ. ഇവിടെ 0 ബേസ് ലൈനായിട്ട് സെറ്റാക്കി കൃത്യമായിട്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ട് മുകളിലത്തെ ലൈന് ഏതിലൂടെയാണ് പാസ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇവിടെ 50യുടെയും 60യുടെയും ഇടയിലായിട്ടാണല്ലേ പോകുന്നത്. 50ൻ്റെയും 60ൻ്റെയും ഇടയിലൂടെയാണ് നമ്മുടെ മുകളിലേക്ക് പോകുന്ന ലൈന് കടന്നു പോകുന്നത്. ഇവിടെ നമ്മുടെ വര കൃത്യമായിട്ട് 50ലും തൊടുന്നില്ല, 60ലും തൊടുന്നില്ല. സോ കൃത്യമായിട്ട് എത്രയാണ് ആംഗിൾ എന്ന് പറയാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രൊട്രാക്ടറിലെ ആ ചെറിയ വരകൾ നോക്കിക്കേ. ഇവിടെ ഓരോ ചെറിയ വരകളുടെയും ആംഗിൾസ് വരുന്നത് 1 ഡിഗ്രിയാണ്. സോ ഇവിടെ 50 കഴിഞ്ഞിട്ട് എത്ര ചെറിയ വരകളാണ് വരുന്നതെന്ന് നിങ്ങൾ കൗണ്ട് ചെയ്ത് നോക്കുക. അങ്ങനെ എണ്ണി നോക്കുമ്പോൾ 50 കഴിഞ്ഞിട്ട് 5ാമത്തെ ചെറിയ വരയിലാണുള്ളത്. അപ്പോൾ നമ്മുടെ ആംഗിൾ വരുന്നത് 50 + 5. 50 കഴിഞ്ഞിട്ട് 5 വരകളുണ്ട്. 50നോട് 5 കൂട്ടുക, 55 ആണ്. ഓക്കെ, ഇവിടെ ഈ ഒരു ചിത്രത്തിൻ്റെ ആംഗിൾ എന്ന് പറയുന്നത് 55 ഡിഗ്രിയാണ്. നമുക്ക് ആദ്യത്തെ പിക്ചറിൻ്റെ ആംഗിൾ 55 ഡിഗ്രി എന്നും രണ്ടാമത്തെ പിക്ചറിൻ്റെ ആംഗിൾ 60 ഡിഗ്രി എന്നും കിട്ടി. നൗ ഡ്രോ എ ലൈൻ. ഒരു വര വരയ്ക്കുക. പ്ലേസ് ദി സ്ക്വയർ കോർണർ ഓഫ് ദി സെറ്റ് സ്ക്വയർ അറ്റ് 1 end ആൻഡ് ഡ്രോ എ ലൈൻ. എന്നിട്ട് നിങ്ങൾ ചിത്രത്തിൽ കാണുന്നത് പോലെ സെറ്റ് സ്ക്വയറിൻ്റെ ഒരു വശം വെച്ചിട്ട് മറ്റൊരു ലൈൻ കൂടി വരയ്ക്കുക. ഇങ്ങനെ വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് ഇതേപോലെയുള്ള ചിത്രം കിട്ടിയില്ലേ? നമുക്ക് ഈ ഒരു ഫിഗറിൻ്റെ ആംഗിൾ പ്രൊട്രാക്ടർ ഉപയോഗിച്ചിട്ട് മെഷർ ചെയ്ത് നോക്കാം. നിങ്ങൾ ചെയ്യേണ്ടത് അടിയിലത്തെ താഴെ വരുന്ന വര കൃത്യമായിട്ട് 0യിലൂടെ വെക്കുക. എന്നിട്ട് മുകളിലൂടെ പോകുന്ന വര ഏത് സംഖ്യയിലൂടെയാണ്, ഏത് നമ്പറിലൂടെയാണ് പാസ് ചെയ്യുന്നത് നോക്കാം. ഇവിടെ 90 എന്ന നമ്പറിലൂടെയാണ് പാസ് ചെയ്യുന്നത്. സോ നമുക്കിവിടെ ആംഗിൾ എത്രയാണെന്ന് പറയാം, 90 ഡിഗ്രിയാണ്. ഈ ഒരു ആംഗിൾ എന്ന് പറയുന്ന പേരാണ് റൈറ്റ് ആംഗിൾ എന്ന്. ഓക്കെ, 90 ഡിഗ്രി ആംഗിളിന് പറയുന്നതാണ് റൈറ്റ് ആംഗിൾ. ഒരു റൈറ്റ് ആംഗിൾ എങ്ങനെയാണ് മാർക്ക് ചെയ്യുക? താഴെ നോക്കി റെഡ് കൊണ്ട് മാർക്ക് ചെയ്തില്ലേ? ഇങ്ങനെയാണ് ഒരു റൈറ്റ് ആംഗിൾ അടയാളപ്പെടുത്തുക. A line making an angle of 90 degree with another line is said to be perpendicular to the first line. അതായത്
ഒരു വരയുമായി 90 ഡിഗ്രി ആംഗിൾ ഉണ്ടാക്കുന്ന ഏത് വരയും ആദ്യത്തെ വരയ്ക്ക് പെർപെൻഡിക്കുലർ ആണെന്നാണ് പറയാം. ഉദാഹരണത്തിന് താഴെ നിങ്ങൾക്കൊരു ചിത്രം നൽകിയിട്ടുണ്ട്. ഇവിടെ ആദ്യം ബ്ലൂ ലൈൻ വരച്ചു എന്ന് കരുതുക. എന്നിട്ട് ഈ ഒരു ബ്ലൂ ലൈനിന് 90 ഡിഗ്രി ആംഗിൾ ഉണ്ടാക്കുന്ന വരകളാണ് ഗ്രീൻ ലൈൻസ്. ഇവിടെയുള്ള ഗ്രീൻ ലൈൻസ് ബ്ലൂ ലൈനിന് പെർപെൻഡിക്കുലർ ആണെന്ന് പറയാം. നിങ്ങൾക്ക് ഇവിടെ ഒരു റെക്റ്റാങ്കിളിൻ്റെ പിക്ചർ നൽകിയിട്ടുണ്ട്. ഈ ഒരു റെക്റ്റാങ്കിളിൻ്റെ ആംഗിൾ എത്രയാണെന്ന് നിങ്ങൾക്ക് മെഷർ ചെയ്യാതെ തന്നെ പറയാൻ കഴിയും. എത്രയാണ് വരിക? 90 ഡിഗ്രി ആണ്. ഇവിടെ ഉള്ള ഓരോ ലൈൻസും എന്താണ്? പെർപെൻഡിക്കുലർ ആണെന്ന് പറയാം. ഓക്കെ, ഇതുവരെ നമ്മൾ ഒരു ചിത്രം നൽകിയിട്ട് ഒരു ഫിഗർ നൽകിയിട്ട് എങ്ങനെയാണ് ആംഗിൾസ് മെഷർ ചെയ്ത് കണ്ടെത്തുക എന്ന് പഠിച്ചു. പ്രൊട്രാക്ടർ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഒരു ഫിഗറിലെ ആംഗിൾ മെഷർ ചെയ്യുക എന്നതാണ് ഇതുവരെ നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഒരു ആംഗിൾ നൽകിയിട്ട് ആ ഒരു ആംഗിൾ എങ്ങനെയാണ് വരയ്ക്കുക എന്ന് പഠിക്കാം. ഡ്രോയിങ് ആംഗിൾസ്. Next, let's see how we can draw an angle of specified size using a protractor. പ്രൊട്രാക്ടർ ഉപയോഗിച്ചിട്ട് കൃത്യമായിട്ടുള്ള ഒരു ആംഗിൾ നൽകിയാൽ അതെങ്ങനെ വരയ്ക്കാം എന്ന് നോക്കാം. ഫോർ എക്സാമ്പിൾ, ഹൗ ഡു വി ഡ്രോ ദി ആംഗിൾ ഷോൺ ഇൻ ദി ഫിഗർ? നമുക്കിവിടെ ചിത്രത്തിൽ ഒരു 40 ഡിഗ്രി ആംഗിളാണ് നൽകിയിട്ടുള്ളത്. ഈ ആംഗിൾ എങ്ങനെ വരയ്ക്കാം? അതിനാദ്യം നിങ്ങൾ ചിത്രത്തിൽ കാണുന്നത് പോലെ ഒരു ഹൊറിസോണ്ടലായിട്ട് ഒരു വര, പ്ലെയിൻ ആയിട്ടുള്ള സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുക. എന്നിട്ട് പ്രൊട്രാക്ടർ എടുക്കുക. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള 0 ലൈൻ ഇല്ലേ, ലെഫ്റ്റ് ഇടത് ഭാഗത്തുള്ള 0 ലൈന് കൃത്യമായിട്ട് ആ ഒരു പോയിന്റിൽ വെക്കുക. ഓക്കെ, ഈ ഒരു നമ്മൾ വരച്ചിട്ടുള്ള ലൈന് 0 ലൈനിലൂടെ കടന്നു പോകുന്നത് പോലെ വേണം നിങ്ങൾ വെക്കാൻ. ഇങ്ങനെ കൃത്യമായിട്ട് വെക്കുമ്പോൾ 40 ഡിഗ്രി ആംഗിൾ ആണല്ലോ നമുക്ക് വരയ്ക്കേണ്ടത്. സോ നിങ്ങൾ അവിടെ 40 എന്ന് വരുന്ന സ്ഥലത്ത് ഒരു പോയിന്റ് ഇടുക. 40യുടെ നേരെ ഒരു പോയിന്റ് ഇട്ട് വെക്കുക. എന്നിട്ട് പ്രൊട്രാക്ടർ മാറ്റുക. ഈ ഒരു പോയിന്റും താഴെയുള്ള വരയുടെ പോയിന്റും തമ്മിൽ യോജിപ്പിക്കുക. നിങ്ങൾക്കിവിടെ 40 ഡിഗ്രി ആംഗിളാണ് കിട്ടുന്നത്. ഓക്കെ, ഇനി താഴെ നിങ്ങൾക്കിവിടെ 2 ഫിഗേഴ്സ് നൽകിയിട്ടുണ്ട്. ഈ 2 ഫിഗേഴ്സിൻ്റെയും ആംഗിൾ മെഷർ ചെയ്തിട്ട് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. പ്രൊട്രാക്ടർ എടുത്തിട്ട് കറക്റ്റ് 0 ലൈന് താഴത്തുള്ള ഈ ഒരു വരയ്ക്ക് മുകളിലായിട്ട് കൃത്യമായിട്ട് വെക്കുക. എന്നിട്ട് മുകളിലത്തെ വര പ്രൊട്രാക്ടറിലൂടെ ഏത് നമ്പറിലൂടെയാണ് കടന്നത് പോകുന്നത് നോക്കുക. അതായിരിക്കും ഈ ഒരു ആംഗിൾ വരുന്നത്. ഓക്കെ, ഇതേപോലെ നിങ്ങൾക്ക് ഇവിടെ ചോദിച്ചിട്ടുള്ള 4 ആംഗിൾസും മെഷർ ചെയ്ത് എഴുതുക. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഡ്രോ ദി പിക്ചേഴ്സ് ബിലോ ഇൻ ദി നോട്ട്ബുക്ക്. താഴെ നിങ്ങൾക്ക് നൽകിയിട്ടുള്ള ഈ ഒരു ചിത്രങ്ങൾ നോട്ട്ബുക്കിൽ വരയ്ക്കാനാണ്. എങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്ന് നോക്കാം. ആദ്യത്തെ ചിത്രം നോക്കിക്കേ. ഇവിടെ നിങ്ങൾക്ക് 4 സെൻറ്റിമീറ്റർ ആണെന്ന് മെഷർമെൻറ്റ് ഇവിടെ നൽകിയിട്ടുണ്ട്. സോ നിങ്ങൾ ആദ്യം 4 സെൻറ്റിമീറ്റർ ലൈൻ വരയ്ക്കുക. എന്നിട്ട് പ്രൊട്രാക്ടർ എടുത്തതിന് ശേഷം ഇവിടെ വെക്കുക. ആദ്യം ഇവിടെ പ്രൊട്രാക്ടറിൻ്റെ സെൻറ്റർ ഇവിടെ കൃത്യമായിട്ട് വെച്ചതിന് ശേഷം പ്രൊട്രാക്ടറിൽ എവിടെയാണ് 50 വരുന്നത് നോക്കുക. എന്നിട്ട് 50 വരുന്നത് ഇവിടേക്ക് യോജിപ്പിക്കുക. എന്നിട്ട് അടുത്തത് വലത് സൈഡിൽ വെക്കുക. എന്നിട്ട് അവിടെയും പ്രൊട്രാക്ടറിൽ 50 ഡിഗ്രി എവിടെയാണ് വരുന്നത് എന്ന് മാർക്ക് ചെയ്യുക. എന്നിട്ട് ആ ഒരു പോയിന്റും ഈ ഒരു പോയിന്റും തമ്മിൽ മാച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ബാലൻസ് മുകളിൽ വരികയാണെങ്കിൽ അത് എറേസ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ഷേപ്പിലാണ്, ഈ ഒരു ട്രയാങ്കിൾ രീതിക്കാണ് നമുക്ക് ഫിഗർ വേണ്ടത്. ഓക്കെ, ഫസ്റ്റ് പിക്ചർ മനസ്സിലായല്ലോ. ഇനി സെക്കൻഡ് പിക്ചർ നോക്കിക്കേ. ഇവിടെ 5 സെൻറ്റിമീറ്റർ ആണ് മെഷർമെൻറ്റ് നൽകിയിട്ടുണ്ട്. 5 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു ലൈന് നിങ്ങൾ വരയ്ക്കുക. എന്നിട്ടോ പ്രൊട്രാക്ടർ എടുക്കുക. ആദ്യം നമുക്ക് ഇടത് സൈഡിലുള്ള ആംഗിൾ വരയ്ക്കാം. അവിടെ പ്രൊട്രാക്ടർ വെക്കുക. കറക്റ്റ് 0ലൂടെ താഴത്തെ ലൈന് പാസ് ചെയ്യുന്ന രീതിയിലായിരിക്കാം നിങ്ങൾ വെക്കേണ്ടത്. എന്നിട്ട് 30 ഡിഗ്രിയിലെ പോയിന്റിൽ അടയാളപ്പെടുത്തുക. 30 ഡിഗ്രി വരയ്ക്കുക. എന്നിട്ട് വലത് സൈഡിൽ പിന്നെ പ്രൊട്രാക്ടർ വെക്കുക. അവിടെ 90 ഡിഗ്രി അടയാളപ്പെടുത്തുക. അവിടെ താഴേക്ക് പോയിന്റിലേക്ക് ഈ ഒരു ലൈന് യോജിപ്പിക്കുക. ഓക്കെ, ഇനി അടുത്ത മൂന്നാമത്തെ ഫിഗർ നോക്കുക. ഇവിടെ 6 സെൻറ്റിമീറ്റർ ലൈനാണ് നിങ്ങൾ ആദ്യം വരയ്ക്കേണ്ടത്. 6 സെൻറ്റിമീറ്റർ ലൈന് വരയ്ക്കുക. എന്നിട്ട് ഇടത് സൈഡിൽ 20 ഡിഗ്രി ആണ് വേണ്ടത്. പ്രൊട്രാക്ടർ വെച്ചിട്ട് 20 ഡിഗ്രി വരുന്ന പോയിന്റ് അടയാളപ്പെടുത്തുക. എന്നിട്ട് നമ്മൾ ഈ ഒരു അടയാളപ്പെടുത്തിയിട്ടുള്ള ഈ ഒരു പോയിന്റും
ഈ ഒരു ലൈനിൻ്റെ ഫസ്റ്റത്തെ പോയിന്റും കൂടി വരയ്ക്കുക. ഇതേപോലെ വലത്തെ സൈഡിലും ഇത് തന്നെ ചെയ്യുക. 20 ഡിഗ്രിയാണ് അവിടെയും വേണ്ടത്. ഇതേപോലെ യോജിപ്പിച്ച് കൊടുക്കുക. ഇനി താഴെ ഇതേപോലെ വരയ്ക്കാൻ വേണ്ടിയിട്ട് പേജ് തിരിച്ച് വെക്കുക. ബുക്ക് തിരിച്ച് വെച്ചതിന് ശേഷം നമ്മളിവിടെ ചെയ്തതുപോലെ തന്നെ രണ്ട് സൈഡിലും പ്രൊട്രാക്ടർ ഉപയോഗിച്ച് 20 ഡിഗ്രി അടയാളപ്പെടുത്തി വരയ്ക്കുക. ഇനി അടുത്ത ഫിഗർ നോക്കിക്കേ. ഇവിടെ 5 സെൻറ്റിമീറ്റർ ആണ് മെഷർമെൻറ്റ് നൽകിയിട്ടുണ്ട്. ആദ്യം 5 സെൻറ്റിമീറ്റർ നീളമുള്ള ലെങ്ത്തിൽ ഒരു ലൈൻ വരയ്ക്കുക. എന്നിട്ട് പ്രൊട്രാക്ടർ ഉപയോഗിച്ചിട്ട് 60 ഡിഗ്രി ആണ് ഇടത് സൈഡിലായിട്ട് ലെഫ്റ്റ് സൈഡിലെ ആംഗിൾ 60 ഡിഗ്രി പ്രൊട്രാക്ടറിൽ നിങ്ങൾ പോയിന്റ് ചെയ്യുക. എന്നിട്ട് ആ ഒരു പോയിന്റും ഈ ഒരു ലൈനിലേക്ക് മാച്ച് ചെയ്യുക. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, നമ്മുടെ വരയുടെ ലെങ്ത് ഇവിടെ നൽകിയിട്ടുണ്ട് 3 സെൻറ്റിമീറ്റർ ആണ്. ഇവിടെ നിങ്ങൾ പോയിന്റ് മാച്ച് ചെയ്യുമ്പോൾ 3 സെൻറ്റിമീറ്റർ നീളമുള്ള വരയാണ് വരയ്ക്കേണ്ടത്. ഇതേപോലെ വലത് സൈഡിൽ 120 ഡിഗ്രി ആണ്. 3 സെൻറ്റിമീറ്റർ ആണ് നമ്മുടെ ലൈന് പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് വരച്ചിട്ട് ഇനി മുകളിലത്തെ ലൈന് യോജിപ്പിച്ച് കൊടുക്കുക. സോ ഇവിടെ നമ്മൾ ഇന്ന് നിങ്ങൾക്ക് നൽകിയിട്ടുള്ള ഈ ഒരു 4 ഫിഗറും എങ്ങനെയാണ് വരയ്ക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. സിമ്പിളാണ്. അടുത്ത ടോപ്പിക്കാണ് സർക്കിൾ ഡിവിഷൻ. നിങ്ങളുടെ പ്രൊട്രാക്ടറില്ലേ ഒരു സർക്കിളിൻ്റെ ഒരു ഹാഫ് ആണല്ലേ, സെമി സർക്കിളാണ്. ഓക്കെ, എന്താണ് സെമി സർക്കിളാണ്, അതായത് ഒരു സർക്കിളിൻ്റെ ഒരു പകുതിയാണ് പ്രൊട്രാക്ടർ. നമ്മൾ തൊട്ട് മുൻപേ കണ്ടിട്ടുള്ളതാണ് പ്രൊട്രാക്ടറിൻ്റെ ഏറ്റവും മുകളിലായിട്ട് ചെറിയ സ്മോൾ ലൈൻസ് ഉണ്ട് അല്ലേ. ഇത് എത്ര ലൈൻസ് ഉണ്ടെന്നറിയോ? 180 ലൈൻസ് ആണുള്ളത്. ഓക്കെ, 180 ഈക്വൽ പാർട്സ് ആയിട്ടാണ് ഈ ഒരു പ്രൊട്രാക്ടറിനെ ഭാഗിച്ചിട്ടുള്ളത്, ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഇവിടെയുള്ള ഈ ഓരോ ലൈൻസും നമ്മുടെ പ്രൊട്രാക്ടറിൻ്റെ നടുവിലുള്ള ഈ ഒരു പോയിന്റിലേക്ക് കൂട്ടിച്ചേർത്ത് വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് 180 ആംഗിൾസ് കിട്ടും എന്നാണ് പറയുന്നത്. We have already mentioned that the size of each of these angle is 1 degree. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഈ ഓരോ ചെറിയ വരകളുടെയും ആംഗിൾ എത്രയാണ്? ഈ ഒരു കുഞ്ഞു വരകളുടെ ആംഗിൾ 1 ഡിഗ്രി ആണ്. അടുത്തത് പറയാണ്, നമ്മളൊരു 181 റേഡിയസ് ഉള്ള ഒരു സെമി സർക്കിൾ വരയ്ക്കുകയാണെങ്കിൽ അടുത്തടുത്തുള്ള രണ്ട് റേഡിയസിൻ്റെ ആംഗിൾ എന്ന് പറയുന്നത് 1 ഡിഗ്രി ആണ്. ഇത് നമ്മൾ സാധാരണയായിട്ട് ഒരു മുഴുവൻ സർക്കിൾ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു കാര്യം പറയാറുള്ളത്. അതായത് ഒരു സർക്കിളിൽ 360 റേഡിയസ് വെച്ചിട്ട് വരയ്ക്കുകയാണെങ്കിൽ അടുത്തടുത്തുള്ള രണ്ട് റേഡിയസ് തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് 1 ഡിഗ്രി ആണ്. ഈ ഒരു ഡിഗ്രി വലുപ്പമുള്ള ഒരു ആംഗിൾസിൻ്റെ സൈഡ്സ് എന്താണ്, വളരെ അടുത്തടുത്തായിരിക്കും ഉണ്ടാവുക. ഇത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് നീട്ടി വരച്ചാലേ നമുക്ക് കാണാൻ കഴിയുള്ളൂ. നമ്മളൊരു സർക്കിൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് 1 ഡിഗ്രി ഗ്യാപ്പ് വരുന്ന 1 ഡിഗ്രി അളവിൽ വരുന്ന 360 ഈക്വൽ പാർട്സ് ആക്കാൻ പറ്റും. നമുക്ക് ഒരു സർക്കിളിനെ 360 ഈക്വൽ പാർട്സ് ആക്കാൻ പറ്റും 1 ഡിഗ്രി ആംഗിൾ വ്യത്യാസത്തിൽ. അങ്ങനെയെങ്കിൽ നമ്മൾ 10 ഡിഗ്രി ആണെങ്കിലോ 10 ഡിഗ്രി വെച്ചിട്ടാണ് ഓരോ ആംഗിൾസും 10 ഡിഗ്രി ആണ് വരുന്നത്. അങ്ങനെയെങ്കിൽ നമുക്ക് ഒരു സർക്കിളിനെ എത്ര പാർട്സ് ആക്കാൻ പറ്റും? ഇതിന് 360 എത്ര 10 ഉണ്ടെന്ന് നോക്കാം. 360 ഡിവൈഡഡ് ബൈ 10 എത്രയാണ്? 360 എത്ര 10 ആണുള്ളത്? 36 10 ആണുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം, നമുക്ക് ഈ ഒരു സർക്കിളിനെ 36 പാർട്സ് ആക്കാൻ പറ്റും. 10 ഡിഗ്രി ആംഗിൾ വരുന്ന 36 പാർട്ടുകളാക്കി നമുക്ക് ഈ ഒരു സർക്കിളിനെ മാറ്റാൻ കഴിയും. അങ്ങനെയെങ്കിൽ ആംഗിൾ 60 ഡിഗ്രി ആണെങ്കിലോ ആംഗിൾ 60 ഡിഗ്രി വരുന്ന രീതിയിൽ നമുക്ക് ഈ ഒരു സർക്കിളിനെ എത്ര പാർട്സ് ആക്കാൻ പറ്റും? അതിനെ നിങ്ങൾ 360 ഡിവൈഡഡ് ബൈ 60 ചെയ്ത് നോക്കുക, നമുക്ക് 6 എന്ന് കിട്ടും. അതായത് നമുക്ക് ഈ ഒരു സർക്കിളിനെ 6 പാർട്സ് ആക്കി മാറ്റാൻ കഴിയുന്നതാണ്. നിങ്ങൾക്കിവിടെ ചിത്രങ്ങൾ നൽകിയിട്ടുണ്ട്. നോക്കിക്കേ, നമ്മുടെ ഈ ഒരു സർക്കിളിനെ 6 പാർട്സ് ആക്കിയിട്ടുണ്ട്. ഓരോ പാർട്ടിൻ്റെയും ആംഗിൾ എന്ന് പറയുന്നത് 60 ഡിഗ്രി ആണ്. നിങ്ങൾ 5ാം ക്ലാസ്സിൽ ഈ ഒരു സർക്കിൾ ഉപയോഗിച്ചിട്ട് ഈ ഒരു ഫ്ലവർ വരച്ചത് ഓർക്കുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ ഒരു ഫിഗർ വരയ്ക്കാൻ പറ്റുമില്ലേ? കാരണം നിങ്ങൾക്ക് ഈസി ആയിട്ട് ആംഗിൾസ് വരയ്ക്കുകയും ഈ ഒരു സർക്കിളിനെ ഡിവൈഡ് ചെയ്യാനൊക്കെ നിങ്ങളിപ്പോൾ പഠിച്ചിട്ടുണ്ട്.
നമ്മൾ സർക്കിളിനെ 60 ഡിഗ്രി ആംഗിൾ വെച്ചിട്ട് പാർട്ടാക്കിയപ്പോൾ നമുക്ക് 6 പാർട്ടാണ് നമ്മുടെ സർക്കിളിനെ നമുക്ക് ആക്കാൻ പറ്റിയത്. അങ്ങനെയെങ്കിൽ ഇവിടെ ചോദിക്കുകയാണ് നമുക്ക് നമ്മുടെ സർക്കിളിനെ 5 പാർട്ടാക്കണം. അങ്ങനെയെങ്കിൽ എത്ര ആംഗിൾസ് ആണ് നമ്മൾ വരയ്ക്കുക, എത്ര ആംഗിൾസ് വെച്ചിട്ടാണ് വരയ്ക്കുക എന്നാണ്. അതിന് എന്ത് ചെയ്താൽ മതി? 360 ഡിവൈഡഡ് ബൈ 5 ചെയ്യുക. നമുക്ക് ആ 5 പാർട്ടല്ലേ ആക്കേണ്ടത്. സോ നിങ്ങൾ 360 ഡിവൈഡ് ബൈ 5 ചെയ്യുക. നമുക്ക് 72 കിട്ടും. ഓരോ ആംഗിളും 72 വെച്ച് വരയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സർക്കിളിനെ 5 പാർട്ടാണ് ആക്കാൻ കഴിയുക. താഴെ നിങ്ങൾക്ക് ചിത്രം നൽകിയിട്ടുണ്ട്. നമ്മുടെ സർക്കിൾ എത്ര പാർട്ടാണുള്ളത്? 5 പാർട്ടാണുള്ളത്. ഓരോ പാർട്ടിൻ്റെയും ആംഗിൾ എന്ന് പറയുന്നത് 72 ഡിഗ്രിയാണ്. ഇത്രയുമാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഇനി ഈ ഒരു ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നിങ്ങൾക്ക് കുറച്ച് ഫിഗേഴ്സ്, ചിത്രങ്ങൾ നൽകിയിട്ടുണ്ട്. ഈ ഒരു ചിത്രങ്ങളുടെ ഫ്രാക്ഷൻസ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് യെല്ലോ പാർട്ടും ഗ്രീൻ പാർട്ടിൻ്റെയും ഫ്രാക്ഷൻസ് ആണ് നിങ്ങളിവിടെ എഴുതേണ്ടത്. ആദ്യത്തെ പിക്ചർ നോക്കിക്കേ. നമുക്കിവിടെ ആദ്യം യെല്ലോ പാർട്ടിൻ്റെ ഫ്രാക്ഷൻ നോക്കാം. ഇവിടെ യെല്ലോ പാർട്ട് 20 ഡിഗ്രി ആണെന്ന് നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ഒരു സർക്കിൾ എന്ന് പറയുന്നത് 360 ഡിഗ്രിയാണ്. സോ ഇതിൽ 360 ഡിഗ്രിയിലെ 20 ഡിഗ്രി മാത്രമാണ് യെല്ലോ ആയിട്ടുള്ളത്. ഇതിനെ നമുക്കൊന്ന് ചെറുതാക്കാം. അതായത് 0യും 0യും കട്ട് ചെയ്ത് പോവും. പിന്നെ 36ൽ 2 പോകുമല്ലോ. 2ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ആണല്ലേ 36. സോ 2ൽ എത്ര 2 ഉണ്ട്? 1 ഉണ്ട്. 1 അവിടെ എഴുതുക. 36ൽ എത്ര 2 ഉണ്ടെന്ന് നോക്കുക. 36 ഡിവൈഡഡ് ബൈ 2. 3ൽ എത്ര 2 ആണ്? 1 ആണ്. ഒരു 2 ആണ്. മൈനസ് ആവുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 16 എന്ന് കിട്ടും. 16ൽ എത്ര 2 ആണ്? 8 ആണ്. നമുക്ക് കിട്ടിയിട്ടുള്ള ആൻസർ 18 ആണ്. 36ൽ 18 രണ്ടുകളാണ് ഉള്ളത്. സോ നമുക്ക് ഇവിടെ ഫ്രാക്ഷൻ കിട്ടി. 1/18 ആണ് യെല്ലോ പാർട്ട് വരുന്നത്. ഇനി ഇവിടെ നമുക്ക് ഗ്രീൻ പാർട്ട് ചോദിച്ചിട്ടുണ്ട്. ഗ്രീൻ പാർട്ട് എത്രയാണ്? ഇവിടെ ടോട്ടൽ ഉള്ളത് 18 ആണ്. നമ്മൾ തൊട്ട് മുകളിൽ കണ്ടെത്തി അല്ലേ? നമുക്ക് എത്രയാണ്? 18 ആണ് ഇവിടെ ടോട്ടൽ ആയിട്ട് ഒരു സർക്കിൾ വരുന്നത്. സോ അതിൽ ഒരു പാർട്ട് മാത്രമാണ് നമുക്ക് യെല്ലോ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. ഒരു പാർട്ട് പോയാൽ ബാക്കി എത്രയാണ്? 17 ആണുള്ളത്. ബാക്കി 17ഉം എന്താണ്? ഗ്രീൻ ആണ്. സോ നമുക്കിവിടെ ഗ്രീൻ എത്രയാണ്? 17/18 ആണെന്ന് പറയാം. നമുക്കിനി രണ്ടാമത്തെ ഫിഗർ നോക്കാം. ഇവിടെ 24 ഡിഗ്രി ആണെന്ന് നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ഓക്കെ, യെല്ലോ പാർട്ടിൻ്റെ ഫ്രാക്ഷൻ ആണ് ആദ്യം കാണുന്നത്. യെല്ലോ 24 ഡിഗ്രി ആണ് നൽകിയിട്ടുള്ളത്. ടോട്ടൽ എത്രയാണ്? ഒരു സർക്കിൾ എന്ന് പറയുന്നത് 360 ഡിഗ്രി ആണ്. സോ നമുക്ക് 24/360 എന്ന് ഫ്രാക്ഷൻ കിട്ടി. ഇതിനെ ചെറുതാക്കാം. 2ലും 2 പോകുന്നതാണ്. 24ൽ എത്ര 2 ഉണ്ട്? ഡിവൈഡ് ചെയ്ത് നോക്കുക. 12 ആണ് ഉള്ളത്. 360ൽ 180 ആണ് ഉള്ളത്. ഇനി വീണ്ടും നമുക്ക് ചെറുതാക്കാം. 2ലും 12 പോകുന്നതാണ്. 12ൽ എത്ര 12 ഉണ്ട്? 1 ആണ്. 180ൽ എത്ര 12 ഉണ്ട്? 15 12 ആണുള്ളത്. നമുക്കിവിടെ കിട്ടി ഫ്രാക്ഷൻ 1/15 എന്നാണ് ആൻസർ വരുന്നത്. അടുത്തത് ഗ്രീൻ പാർട്ടിൻ്റെ ഇത് നോക്കാം. ഇവിടെ ടോട്ടൽ വരുന്നത് 15 ആണ്. തൊട്ട് മുകളിലത്തെ ഡിനോമിനേറ്റർ എടുക്കുക. 15 ആണ്. ഇതിൽ എത്ര ഭാഗമാണ് ഗ്രീന് കളർ ചെയ്തത് എന്നാണ്. ഇതിലെ ഒരു ഭാഗം മാത്രമാണ് യെല്ലോ കളർ ചെയ്തിട്ടുള്ളത്. ബാക്കി ഭാഗമൊക്കെ ഗ്രീൻ ആണ്. അതായത് ഒരു ഭാഗം പോയാൽ ബാക്കിയുള്ള 14 പാർട്ടും എന്താണ്? ഗ്രീൻ ആണുള്ളത്. അതുകൊണ്ട് നമുക്ക് ഫ്രാക്ഷന് 14/15 എന്ന് കിട്ടുന്നതാണ്. സോ ഇതാണ് നമ്മുടെ ആൻസർ. അടുത്തത് നിങ്ങൾക്ക് അവിടെ യെല്ലോ പാർട്ട് 54 എന്ന് അടയാളപ്പെടുത്തി നൽകിയിട്ടുണ്ട്. സോ നമുക്ക് യെല്ലോ പാർട്ടിൻ്റെ ഫ്രാക്ഷൻ ആദ്യം എഴുതാം. ഇവിടെ യെല്ലോ പാർട്ട് 54 ടോട്ടൽ എത്രയാണ്? 360 ആണ്. 54/360 എന്ന് കിട്ടി. ഇതിനെ ചെറുതാക്കാം. 2ലും 6 പോകുന്നതാണ്. 54ൽ 9 ഉണ്ട്. 6 360ൽ 60 6 ആണുള്ളത്. നമുക്ക് വീണ്ടും ചെറുതാക്കാം. 2ലും 3 പോകുന്നതാണ്. 9ൽ 3 ആണുള്ളത്. 60ൽ 20 3കളാണ് ഉള്ളത്. സോ നമുക്ക് കിട്ടിയിട്ടുള്ള ആൻസർ 3/20 എന്നാണ്. അടുത്തത് ഗ്രീൻ പാർട്ട് നോക്കാം. ടോട്ടൽ 20 ആണ്. ഇതിൽ 3 പാർട്ട് യെല്ലോ ആണ്. ബാലൻസ് എത്രയാണ്? 20ൽ നിന്ന് 3 പോയാൽ 17 ആണ് അല്ലേ? 17 എന്താണ്? ഗ്രീൻ ആണ്. 17/20 എന്നാണ് ഗ്രീൻ പാർട്ടിൻ്റെ ഫ്രാക്ഷൻ. അടുത്ത ഫിഗർ നോക്കാം. ഇവിടെ നിങ്ങൾക്ക് യെല്ലോ പാർട്ട് 80 ആണെന്ന് നൽകിയിട്ടുണ്ട്. അതായത് നമ്മുടെ ഫ്രാക്ഷൻ 80/360 എന്ന് വരുമല്ലോ. നമുക്കിതിനെ ചെറുതാക്കാം. 0 0 കട്ട് ചെയ്യുക. 8/36 എന്ന് കിട്ടി. ഇനി ഇതിൽ
2 കോമൺ ആയിട്ട് പോകുന്നതാണ് അല്ലേ. 8ലും 2 പോവും, 36ലും 2 പോവും. 8ൽ എത്ര 2 ഉണ്ട്? 4 4 2 8 ആണല്ലോ. ഇനി 36ൽ എത്ര 2 ഉണ്ട്? 18 ആണ്. നമുക്ക് 4/18 എന്ന് കിട്ടി. വീണ്ടും ഇതിനെ ചെറുതാക്കാം. 2ലും 2 പോകുന്നതാണ്. 4ൽ എത്ര 2 ആണുള്ളത്? 2 2 ആണുള്ളത്. 18ൽ 9 ആണ്. 2/9 എന്നാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ഫ്രാക്ഷൻ. ഇനി അടുത്തത് ഗ്രീൻ പാർട്ടിൻ്റെ നോക്കാം. ടോട്ടൽ 9 ആണ്. ഇതിൽ 2 പാർട്ട് യെല്ലോ ആണ്. ബാലൻസ് ഉള്ള 7 പാർട്ടും എന്താണ്? ഗ്രീൻ ആണ്. സോ നമുക്ക് 7/9 എന്നാണ് ഫ്രാക്ഷൻ വരുന്നത്. അടുത്ത ഫിഗറിൽ 108 ആണെന്ന് നൽകിയിട്ടുണ്ട്. 108/360 എന്ന് വരും. നമുക്കിതിനെ ചെറുതാക്കാം. 2 പോകുന്നതാണ് 2ലും. സോ നമുക്ക് 108ൽ എത്ര 2 ഉണ്ട്? 54 ആണ് അല്ലേ. 54 2 ഉണ്ട്. നിങ്ങൾ 108നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് കിട്ടുന്നതാണ് 54 എന്ന് കിട്ടും. 360ലോ 180 ആണ്. 182s ആണുള്ളത്. വീണ്ടും നമുക്ക് 2 കൊണ്ട് തന്നെ ചെറുതാക്കാം. 54ൽ എത്ര 2 ഉണ്ടെന്ന് നോക്കുക. നിങ്ങൾ ഇവിടെ സൈഡിൽ ഡിവൈഡ് ചെയ്ത് നോക്കുക. 54 ÷ 2 എത്രയാണെന്ന് നമുക്ക് ചെയ്ത് നോക്കുമ്പോൾ 54ൽ 5ൽ എത്ര 2 ഉണ്ട്? 2 ആണ്. 2 2 4 ആണ്. ബാലൻസ് 14 വരും. 14ൽ 2 ആണ്. 2 14. ഓക്കെ. സോ നമുക്ക് കിട്ടിയിട്ടുള്ള ആൻസർ 27 ആണ്. 27 2s ആണ് 54ലുള്ളത്. ഇനി 180ൽ എത്ര 2s ആണുള്ളത്? 90 2s ആണുള്ളത്. 180 ÷ 2 ചെയ്യുമ്പോൾ നമുക്ക് 90 എന്ന് കിട്ടും. ഇനി നമുക്കിതിനെ വീണ്ടും ചെറുതാക്കാം. 2ലും 3 പോകുന്നതാണ്. 3ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ആണ്. സോ 27ൽ എത്ര 3 ഉണ്ട്? നിങ്ങൾ ഡിവൈഡ് ചെയ്ത് നോക്കുക. 27 ÷ 3 നിങ്ങൾക്ക് 9 എന്ന് കിട്ടും. അടുത്ത 90 ÷ 3 എത്രയാണ്? 90 ÷ 3 30 ആണ്. നിങ്ങൾക്കിവിടെ 9/30 എന്ന് കിട്ടി. ഇനി നമുക്കിതിനെ വീണ്ടും ചെറുതാക്കണം. ഇത് 2ലും 3 കോമൺ ആയിട്ട് പോകുന്നതാണ്. 9ൽ എത്ര 3 ഉണ്ട്? 3 3s ആണുള്ളത്. സോ നിങ്ങളവിടെ 3 എന്ന് എഴുതി കൊടുക്കുക. 30ൽ എത്ര 3 ഉണ്ട്? 10 3 ആണ്. ലാസ്റ്റ് നമുക്ക് കിട്ടിയിട്ടുള്ള ഫ്രാക്ഷൻ 3/10 എന്നാണ്. യെല്ലോൻ്റെ ഫ്രാക്ഷൻ 3/10 ആണ്. ഗ്രീനിൻ്റെത് മൊത്തത്തിലുള്ളത് 10 ആണ്. ഇതിൽ 3 പാർട്ട് എന്താണ്? യെല്ലോ ആണ്. ബാക്കിയുള്ള 7 പാർട്ടാണ് ഗ്രീൻ ഉള്ളത്. സോ 7/10 എന്നാണ് ആൻസർ. അടുത്ത ഫിഗറിൽ നിങ്ങൾക്ക് അവിടെ 150 എന്ന് നൽകിയിട്ടുണ്ട്. യെല്ലോ പാർട്ടിൻ്റെ ഫ്രാക്ഷന് 150/360 ആണ്. ഇതിനെ ചെറുതാക്കാം. 2ലും 0 കട്ട് ചെയ്യുക. 15/36 എന്ന് കിട്ടി. ഇനി 2ലും എന്താണ് കോമൺ ആയിട്ട് 3 പോകുന്നതാണ്. 15ൽ എത്ര 3 ഉണ്ട്? 5 ആണ്. 36ൽ എത്ര 3 ആണെന്ന് നോക്കുക. 12 എന്ന് കിട്ടും. സോ നമുക്ക് കിട്ടിയിട്ടുള്ള ഫ്രാക്ഷൻ 5/12 ആണ്. ഇനി ഗ്രീൻ പാർട്ട് ടോട്ടൽ 12 ആണ് വരുന്നത്. ഇതിലെ 5 പാർട്ടും എന്താണ്? യെല്ലോ ആണ്. 12ലെ 5 ഭാഗം യെല്ലോ ആണ്. 12ൽ നിന്ന് 5 പോയാൽ ബാക്കി 7 ഭാഗമാണ് ഗ്രീൻ ആയിട്ടുള്ളത്. ആൻസർ 7/12. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നേരെ തിരിച്ച് എഴുതാനാണ്. നിങ്ങൾക്കിവിടെ ഫ്രാക്ഷൻ നൽകിയിട്ടുണ്ട്. ഇതിൽ ഉപയോഗിച്ചിട്ട് നിങ്ങൾ ചിത്രം വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ ആദ്യത്തേത് 3/8 ആണ്. ഇതിനെ നമുക്ക് 360 ആംഗിളിലേക്ക് മാറ്റണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് 3/8 × 360 എന്നാണ്. ഇതിന് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് 360 ÷ 8 ചെയ്യുക. 45 എന്ന് കിട്ടി. എന്നിട്ട് 45 × 3 ചെയ്യുക. നമുക്ക് 135 ഡിഗ്രി ആണ് കിട്ടിയിട്ടുള്ളത്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഒരു സർക്കിൾ വരയ്ക്കുക. എന്നിട്ട് ആദ്യം റേഡിയസ് വരയ്ക്കുക. അതിൽ പ്രൊട്രാക്ടർ എടുത്തിട്ട് 135 ആംഗിൾ മെഷർ ചെയ്തിട്ട് വരയ്ക്കുക. 135 ഏകദേശം ഈ ഒരു പോയിന്റിലാണ് വരുന്നത്. സോ നിങ്ങൾ പോയിന്റ് കൃത്യമായിട്ട് ഉൾപ്പെടുത്തിയിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കുക. ഇനി രണ്ടാമത്തേത് നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത് 2/5 ആണ്. ഇതിനെ നമുക്ക് 360നോട് മൾട്ടിപ്ലൈ ചെയ്യാം. ആദ്യം 360 ÷ 5 ചെയ്യുക. 72 കിട്ടും. എന്നിട്ട് 72 × 2 ചെയ്യുക. 144 ആണ്. നിങ്ങൾ 144 ഡിഗ്രി ആണ് സർക്കിൾ വരച്ചിട്ട് ആംഗിൾ വരയ്ക്കേണ്ടത്. അടുത്തത് 4/9 ആണ്. ആദ്യം നിങ്ങൾ 360 ÷ 9 ചെയ്യുക. 40 കിട്ടി. 40 × 4 160 ആണ്. സർക്കിളിൽ 160 ഡിഗ്രി ആണ് അടയാളപ്പെടുത്തേണ്ടത്. ഇനി അഞ്ചാമത്തത് 5/24 ആണ്. ആദ്യം 360 ഡിവൈഡഡ് ബൈ 24 ചെയ്യുക, 15 എന്ന് കിട്ടും. 15 × 5 ചെയ്യുക, 75.
സർക്കിളിൽ 75 ഡിഗ്രീസ് ആണ് അടയാളപ്പെടുത്തേണ്ടത്. അടുത്തത് നിങ്ങൾക്കിവിടെ 4 ചിത്രങ്ങൾ നൽകിയിട്ടുണ്ട്. ഈ ചിത്രങ്ങൾ നിങ്ങൾ വരച്ചു കൊടുക്കുക. സോ ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്ററിന് വരുന്ന ക്വസ്റ്റ്യൻസ്. നമ്മൾ ഈ ഒരു പാഠഭാഗം ഇവിടെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്ററിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് ചോദിക്കുക. നിങ്ങളുടെ അഭിപ്രായം കൂടി കമൻ്റായിട്ട് പറയണേ. എല്ലാ സബ്ജക്റ്റിൻ്റെയും മുഴുവൻ ചാപ്റ്റേഴ്സും നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ്. സോ നിങ്ങൾ തീർച്ചയായിട്ടും സപ്പോർട്ടാക്കുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. That's all. Thank you, friends.